എൻ്റെ എന്ത് നേട്ടത്തിലും പ്രവൃത്തിയിലും 99-100% ദൈവത്തിൻ്റെയാണ്. ഇത് കണ്ടില്ലേ, ഈ എടുത്തുകൊണ്ട് വരുന്നത് മകൻ അപ്പനെയാണ്. ഏതാണ്ട് 55 വയസ്സ് പ്രായമായ ജോൺസന് ചെറുപ്പത്തിൽ പോളിയോ വന്ന് കൈകളും കാലുകളും ശരീരമൊക്കെ തളർന്നു. ഇന്ന് ജോൺസന്റെ കൈയും കാലുമൊക്കെ മക്കളും ജീവിത പങ്കാളിയൊക്കെയാണ്. നമ്മൾ പറയില്ലേ, ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജോൺസൺ ചേട്ടൻ. ജോൺസൺ ചേട്ടൻ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ട്യൂബ് ലൈറ്റും LED ബൾബും സോളാർ അടുപ്പും ഒക്കെ. നമ്മുടെ പരിമിതികളെ നമ്മളങ്ങ് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരത്ഭുതമായി മാറും എന്നുള്ളതിൻ്റെ തെളിവാണ് ജോൺസൺ. ഞാൻ ജോൺസൺ, പെരുവണ്ണാമൊഴിയാണ്. ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ പോളിയോ ബാധിച്ചാണ്. വിദ്യാഭ്യാസമൊന്നുമില്ല. ദൈവത്തിൻ്റെ സഹായത്താൽ എഴുതാനും വായിക്കാനും എല്ലാം സ്വയം പഠിച്ചു. പിന്നെ ഭാര്യ, 2 മക്കൾ. എൻ്റെ ചാച്ചനും അമ്മയ്ക്കും 10 മക്കളാണ് ടോട്ടൽ. ഇതിൽ 4 പേര് ആദ്യത്തവർ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ 6 ആൺമക്കൾ, അതിൽ 5ാമനാണ്. ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ പോളിയോ ബാധിച്ചതാണ്. അറിവ് വെച്ച കാലം മുതൽ എനിക്ക് ഏറ്റവും താല്പര്യം ആയുർവേദം, ആ മേഖലയായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ആ കാലഘട്ടത്തൊക്കെ ഒരു വൈദ്യർ വരും. അന്ന് വൈദ്യരുടെ ചികിത്സയാണ്. ആ വൈദ്യർ മരുന്നൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുക, അത് ചികിത്സിക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്കറിയാം. പിന്നെ ഞാൻ വായനയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കുറേ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ സൈക്കോളജി എൻ്റെ താല്പര്യത്തിൽ വന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിക്സ് കാര്യങ്ങളും മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര താല്പര്യമായിരുന്നു. റേഡിയോ, വാച്ച്, അതൊക്കെ പഴയത് കിട്ടി കഴിഞ്ഞാൽ അന്നേരം തന്നെ കൈകാര്യം ചെയ്യും, അതിനെപ്പറ്റി പഠിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ എന്നെപ്പറ്റി എനിക്ക് അറിവ് വെച്ച സമയത്ത് ഞാൻ 2 കാര്യം മനസ്സിലാക്കി. ആയുർവേദവും സൈക്കോളജിയും എൻ്റെ ശാരീരികാവസ്ഥയിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അപ്പം എനിക്ക് എൻ്റെ ശാരീരികാവസ്ഥയ്ക്ക് അനുയോജ്യമായത് ഏറ്റവും നല്ലത് ഇലക്ട്രോണിക്സാണ് മനസ്സിലാക്കി. അതിലോട്ട് ആണ് ശ്രദ്ധ കൂടുതൽ വെച്ചത്. 1991 നമ്മുടെ നാട്ടിൽ വീട്ടിൽ കറണ്ട് വന്നു. വെളിച്ചത്തിന് വേണ്ടിയാണ് കറണ്ട് നമ്മുടെ വീടുകളൊക്കെ എടുക്കുന്നത്, വേറൊന്നിനുമല്ല. അപ്പം ഈ ബൾബും ട്യൂബൊക്കെ പകൽ സമയം പ്രകാശിക്കും, വൈകുന്നേരമായ പ്രകാശിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ട്യൂബിലേക്ക് കത്തിക്കുക വൈകുന്നേരം എന്ന ലക്ഷ്യത്തോടുകൂടി പരിശ്രമം ആരംഭിച്ചു. അപ്പം വിദേശത്തുനിന്ന് വരുന്ന ഇലക്ട്രോണിക് സ്റ്റോക്കുണ്ട്, ട്യൂബിലേക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ 100 വോൾട്ടേജ് ലൈനിലുണ്ടെങ്കിൽ അത് പ്രകാശിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ അതിന് ഉപയോഗമില്ല. അപ്പം പിന്നെ അതിനു വേണ്ടി ഒരു പരിശ്രമമായി. അങ്ങനെ 92-93 കാലഘട്ടത്തിൽ 5 വോൾട്ടിലും 40 വാട്ടിൻ്റെ ട്യൂബിലേക്ക് പ്രകാശിപ്പിക്കാവുന്ന ഇലക്ട്രോണിക്സ്
ടെക്നോളജി ഞാൻ ഡെവലപ്പ് ചെയ്തു. അതെൻ്റെ ഒരു കാതലായ ഒരു മാറ്റമായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ നല്ല ഡിമാൻഡായി. ആ ഡിമാൻഡ് വന്നു കഴിഞ്ഞപ്പം ഞാൻ സ്വന്തമായിട്ട് വീടിനോട് ചേർന്ന് ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ അതിനുള്ള പ്രവർത്തനമൊക്കെ ആരംഭിച്ചു. ഒരു 96 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു 60 പേരോളം എൻ്റെ ഫീൽഡിലും എൻ്റെ യൂണിറ്റിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ബ്രാഞ്ച് ആരംഭിച്ചപ്പം അവിടെ ഒരു അത്യാഹിതം ഉണ്ടായി, ഒരു ഭീമമായ നഷ്ടമുണ്ടായി 1998. അമ്മേൻ്റെ സംരക്ഷണയിലാണ് ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ 1998 പെട്ടെന്ന് അമ്മ ഒരു സ്ട്രോക്ക് വന്നിട്ട് മരണപ്പെട്ടു. അന്നേരത്തേക്ക് ഞാൻ അമ്മയുടെ സംരക്ഷണയിൽ നിന്ന് അനിയൻ്റെയും സംരക്ഷണയിലോട്ട് ഒതുങ്ങി. 2000 വർഷമായപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കാരിയായി 1.5 വർഷം ജോലി ചെയ്ത ഉഷ എന്നെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. - 2003 MTech ഇലക്ട്രോ ഡിജിറ്റൽ ഇൻഡസ്ട്രി എന്ന ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻ്റർ ഇവിടെ ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ LED ബൾബിൻ്റെ ഡെവലപ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. 2004 ലോകം മൊത്തം മറിക്കാവുന്ന ടെക്നോളജിയാണ് അവതരിപ്പിച്ചു. LED ബൾബിൽ നിന്ന് വെളിച്ചം ഇതിനായി ഉപയോഗിക്കാവുന്ന രൂപത്തിലോട്ട് ഡെവലപ്പ് ചെയ്തു. അതന്ന് ആ കാലഘട്ടത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി EMCന്ന് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി. ഇന്ന് ഞാൻ 40 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ബൾബ് അന്ന് ഞാൻ 2110 രൂപയ്ക്കാണ് ഒരു ബൾബ് വിറ്റുകൊണ്ടിരുന്നത്. അത് അന്നത്തെ കാലം. ഇപ്പോൾ അത് മാറി. ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2022 രാഷ്ട്രപതിയിൽ നിന്ന് ജില്ലാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെയധികം മുന്നേറാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 മക്കളൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാവരും ഞങ്ങളൊരു കൂട്ടായ യാത്രയിൽ ശക്തിയായി ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് നേടാൻ പറ്റും. അത് ശരീരഭാഷയോ ശരീരത്തിൻ്റെ വലുപ്പമോ ഭംഗിയോ അല്ല, നിറമോ അല്ല, ജാതിയോ അല്ല. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പവറും മെനക്കെടാനുള്ള മനസ്സും ഏറ്റവും വലുതായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനും പ്രവർത്തിക്കാൻ സാധിക്കൂ. ഒരു ഭീമാകരമായൊരു ശക്തിമാനെ കൊണ്ട് അത് പറ്റില്ല. അതായത് അവനെ കൊണ്ട് അവനുള്ള കഴിവ് അതേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. എൻ്റെ എന്ത് നേട്ടത്തിലും പ്രവൃത്തിയിലും 99-100% ദൈവത്തിൻ്റെ എൻ്റെ കയ്യിൽ 0.1% ഒരു ഉപകരണമായിട്ട് ഞാൻ മാറി എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നു. വളരെ പുച്ഛത്തോടെയും വളരെ വിരുദ്ധമായ രീതിയിലും ഒരിക്കലും അവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലും കാഴ്ചപ്പാടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇവനാണോ ഇത് ചെയ്തത് എന്ന സംശയദൃഷ്ടിയോടുകൂടി കാണുന്നവരുണ്ട്. നമ്മളെ പരിശ്രമിക്കാതെ നമുക്കൊന്നും നേടാനായില്ല. അപ്പോൾ നമ്മുടെ പരിശ്രമമാണ്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും 1-2 പരാജയം കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഡൗൺ ആകും. ഞാൻ എത്ര പരാജയം കണ്ടാലും എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വിജയത്തെക്കാളും പരാജയമാണ് എൻ്റെ മുന്നിലുണ്ടായത്. ഒരിക്കലും പരാജയത്തെയോ നഷ്ടത്തെയോ ഞാൻ എൻ്റെ കണക്കിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി ചേർത്തിട്ടില്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.